ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം, നിങ്ങളെല്ലാവരും കാശ്, പണം, വെൽത്ത് ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒരു തോട്ട് അത് മാറ്റിമറിക്കും. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടും ഒരുപാട് ഏൺ ചെയ്യുന്നുണ്ട്, പക്ഷെ എപ്പോഴും ഒരു സ്റ്റക്ക് ആണെന്നുള്ളൊരു ഫീലിംഗ്, ഒരിക്കലും മുമ്പോട്ട് മൂവ് ചെയ്യാൻ പറ്റാത്തൊരു ഫീലിംഗ്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു ഫീലിംഗ്. ഇതിനു വേണ്ടി ഒരേ ഒരു റീസണേ ഉള്ളൂ. അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്നും എങ്ങനെ അതിന്ന് ബ്രേക്ക് ഫ്രീ ചെയ്യാമെന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഞാൻ പ്രൊഫഷണൽ സൊല്യൂഷൻസ് ആർക്കിടെക്ട് ആണ്. പക്ഷെ ഹിന്ദു ഫിലോസഫിയിലുള്ള ഒരുപാട് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കി ഇവിടെ വന്ന് ഷെയർ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കാരണമാണ് ഞാൻ വീഡിയോസ് ഉണ്ടാക്കുന്നത്. ഒരിടത്ത് ഒരാള് ഇന്നും രാവിലെയും രാത്രിയും ജോലി ചെയ്ത് ഒരുപാട് ഒരു രൂപ സേവ് ചെയ്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് സിമ്പിൾ ലൈഫ് ജീവിക്കുന്ന ഒരാളുണ്ടായിരുന്നു. ആൾ എത്ര സിമ്പിൾ ലൈഫ് ജീവിച്ചാലും ഒരിക്കലും വെൽത്ത്, അതായത് സമ്പത്ത് അയാളുടെ കയ്യിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ ചെലവ് വരും, ഇല്ലെങ്കിൽ എത്ര സേവ് ചെയ്താലും അത് കൂടുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഗുരുജിയുടെ അടുത്ത് പോയി ഈ വിഷമങ്ങളൊക്കെ പറഞ്ഞ് ചോദിച്ചു. ഞാൻ ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്, ഞാൻ അനാവശ്യ ചെലവൊന്നും ചെയ്യില്ല, ഞാൻ സേവിങ്സും ചെയ്യുന്നുണ്ട്, ഞാൻ ഒരുപാട് ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ട്, എഫേർട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും എന്റെ സിറ്റുവേഷൻ എന്തുകൊണ്ട് ഇമ്പ്രൂവ് ആവാത്ത, ഞാൻ മടുത്തു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് ഞാൻ ഗുരുജിയോട് പറഞ്ഞു. അപ്പൊ ഗുരുജി ഒന്ന് ചിരിച്ചു, എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ വേറൊരാള് സക്സസ്ഫുൾ ആവുമ്പോൾ ഇല്ലെങ്കിൽ വേറൊരാൾക്ക് കുറെ സമ്പത്ത് വരുമ്പോൾ ഹൗ ഡു യു ഫീൽ ഇൻസൈഡ്? നിങ്ങൾക്ക് എന്താണ് ഫീൽ ആവുന്നത് അത് കാണുമ്പോൾ അല്ലെങ്കിൽ അത് അറിയുമ്പോൾ? അപ്പം ഇയാള്, ഈ സാധു മനുഷ്യൻ ഒന്നൊന്ന് നിന്നിട്ടൊന്ന് പോസ് ചെയ്തിട്ട് പറഞ്ഞു, സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ചില സമയത്ത് ജലസി തോന്നും. എങ്ങനെ അയാൾക്ക് ഇത്രയും സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുന്നത്? ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല, ഇത് ഫെയർ അല്ല എന്നൊക്കെ എനിക്ക് തോന്നും, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന്. അപ്പൊ ഗുരുജി പറഞ്ഞു, അതാണ് പ്രശ്നം. ദാറ്റ് ഈസ് ദ ഓൺലി ഹാബിറ്റ് ദാറ്റ് ഈസ് സ്റ്റോപ്പിംഗ് യു ഫ്രം ബീങ് വെൽത്തി. ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് നമ്മൾ എത്ര സേവ് ചെയ്യുന്നു ഇല്ലെങ്കിൽ എത്ര കുറവ് സ്പെൻഡ് ചെയ്യുന്നു. നമ്മള് വെൽത്ത്, അതായത് കാശിനെ, നമ്മുടെ കാശാണെങ്കിലും വേറൊരാളുടെ കാശാണെങ്കിലും നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, നമ്മൾ ഫിസിക്കലി ട്രീറ്റ് ചെയ്തില്ലെങ്കിലും നമ്മൾ മെന്റലി എന്ത് ഫീൽ ചെയ്യുന്നു എന്നാണ് മാറ്റേഴ്സ്. ഈ യൂണിവേഴ്സില് എല്ലാ കാര്യത്തിനും എല്ലാ സാധനത്തിനും ഒരു എനർജി ഉണ്ട്. അങ്ങനെ തന്നെ കാശ്, അതായത് സമ്പത്തിനും ഒരു എനർജി ഉണ്ട്. അതെപ്പോഴും ഫ്ലോ ആയിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പം ഈ വെൽത്ത്, സമ്പത്തിനെ ആരാണോ റെസ്പെക്ട് ചെയ്യുന്നത്, ആരാണോ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, അവരുടെ അടുത്ത് മാത്രമേ വെൽത്ത് നിൽക്കുകയുള്ളൂ. ഇപ്പം നമ്മളെപ്പോഴും ഈ കാശുള്ള ആൾക്കാരെ അല്ലെങ്കിൽ റിച്ച് ആൾക്കാരെ എപ്പോഴും ഇങ്ങനെ പുച്ഛിച്ച് നോക്കുക, പുച്ഛിച്ച് സംസാരിക്കുക, ഇല്ലെങ്കിൽ എപ്പോഴും ഒരു ജലസി മൈൻഡ് സെറ്റ്, പിന്നെ നമുക്ക് എത്ര കിട്ടിയാലും മതിയാവുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ദ യൂണിവേഴ്സ് ഇസ് ലിസ്ണിംഗ്. അപ്പൊ നമ്മൾ എന്താണോ പറയുന്നത് യൂണിവേഴ്സ് ലിസൺസ്, ആൻഡ് അങ്ങനെയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഒബ്വിയസ്ലി യൂണിവേഴ്സ് അണ്ടർസ്റ്റാൻഡ്സ്. നമുക്ക് ആ ഒരു വെൽത്തിന് ഒട്ടും റെസ്പെക്ട് ഇല്ല. അതിപ്പോ നമ്മുടെ വെൽത്ത് ആണെങ്കിലും ഒരു മറ്റൊരാളുടെ വെൽത്ത് ആണെങ്കിലും നമുക്കൊരു റെസ്പെക്ട് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് യൂണിവേഴ്സിന് അറിയാം. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും തരില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മൾ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യുവാണെങ്കിൽ അത് നമ്മുടെ അടുത്ത് വരും. അപ്പൊ നമ്മൾ എന്താണോ അപ്രിഷിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ എന്താണ് റെസ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ അത് ഓട്ടോമാറ്റിക്കലി അട്രാക്ട് ചെയ്യും. അതാണ് ദ ലോ ഓഫ് അട്രാക്ഷൻ. അപ്പൊ ഈ ഒരു ഹാബിറ്റ് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റുക? ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള 4 സ്റ്റെപ്പ് പ്രോസസ് ആണ്. ആദ്യത്തെ കാര്യം, ഇങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ്. ഐഡന്റിഫൈ ചെയ്തിട്ട് ഇത് നമ്മളെ ഗ്രോ ആവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തെങ്കിലും രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടോ, ഇങ്ങനെ നമ്മൾ ആലോചിച്ചിട്ട് ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ എന്തെങ്കിലും രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ആലോചിക്കാം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ കമ്പാരിസൺ വി ഹാവ് ടു റീപ്ലേസ് ദാറ്റ് വിത്ത് ഇൻസ്പിറേഷൻ. അതായത് നമ്മള് മറ്റൊരാൾക്ക് ഒരുപാട് സമ്പത്തുണ്ട് എന്ന് നമ്മൾ കാണുമ്പം ഇൻസ്റ്റെഡ് ഓഫ് ഫീലിംഗ് ജെലസ്, ഇല്ലെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ഫീലിംഗ് വൈ ദിസ് ഗൈ എന്ന് നമുക്ക് തോന്നുന്നതിന് പകരം നമ്മൾ അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് യൂസ് ചെയ്യുക. എങ്ങനെയാണ് അയാളത് ചെയ്തത്, എങ്ങനെയാണ് അത്രയും വെൽത്തി ആയത്, ഇല്ലെങ്കിൽ ഇപ്പം ഒരു പുതിയൊരു വണ്ടി വാങ്ങിച്ചു, അല്ലെങ്കിൽ പുതിയൊരു വീട് വാങ്ങിച്ചു, പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അതെങ്ങനെയാണ് ചെയ്തതെന്ന് നമ്മൾ പഠിക്കുക. മൂന്നാമത്തെ കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്, വെൽത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. അപ്പം നമ്മള് യൂണിവേഴ്സിനോട്
താങ്ക് യു പറയാം. നമ്മുടെ അടുത്തുള്ള വെൽത്ത്, നമ്മുടെ അടുത്തുള്ള സമ്പത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ നല്ല കാര്യത്തിലും. ഇപ്പം ഒരാൾ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അതിന് നമ്മൾ ജെലസി ഫീൽ ചെയ്യാണ്ട് വി ഷുഡ് ബി ഹാപ്പി. ഒരാള് നല്ലൊരു വണ്ടി വാങ്ങിച്ചു, അപ്പം വലിയ വണ്ടിയാണ്, ഭയങ്കര പത്രാസാണെന്നൊന്നും വിചാരിക്കാണ്ട് വി ഷുഡ് ബി ഹാപ്പി. അയാൾ നല്ല വണ്ടി വാങ്ങിച്ചല്ലോ, ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ നമ്മൾ ഫീൽ ചെയ്യാം. 4ാമത്തെ സ്റ്റെപ്പ് ഭയങ്കര സിമ്പിൾ സ്റ്റെപ്പാണ്. നമുക്ക് നമ്മുടെ അടുത്തുള്ള സാലറി അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള സേവിങ്സ് വെച്ച് ചെറിയ എമൗണ്ട് ആണെങ്കിലും നമ്മൾ ഡൊണേറ്റ് ചെയ്യണം. നമുക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കണം. അപ്പം യൂണിവേഴ്സ് ഇസ് ഗോയിങ് ടു നോട്ടീസ് ദാറ്റ്. അപ്പം നമുക്ക് നമ്മുടെ അടുത്തുള്ള കാശിന് നമ്മൾ കൊടുക്കുമ്പോൾ യൂണിവേഴ്സ് ഇസ് ഗോയിങ് ടു ഗിവ് യു മോർ, വിച്ച് മീൻസ് യൂണിവേഴ്സ് വാണ്ട്സ് അസ് ടു ഹെൽപ്പ് പീപ്പിൾ. അപ്പം നമുക്ക് കൂടുതൽ നമുക്ക് അബണ്ടൻസ് ആയിട്ട് കിട്ടും. അപ്പൊ ഈ ഒരു 4 സ്റ്റെപ്പ് പ്രോസസ്സ് ഫോളോ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഹാബിറ്റ്, ഓൺലി 1 ഹാബിറ്റ് നമുക്ക് ബ്രേക്ക് ചെയ്യാം. യു നോട്ട് ബിലീവ് എത്ര പെട്ടെന്നായിരിക്കും ആ ഫൈനാൻഷ്യൽ സ്റ്റക്ക് സിറ്റുവേഷനിൽ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.